തൊടുപുഴയിൽ കാണാതായ ബിജു ജോസഫിന്റെ മൃതദേഹം പുറത്തെടുത്തു. മാലിന്യക്കുഴിയിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു മൃതദേഹം. സാമ്പത്തിക ഇടപാടുകളാണ് കൊലപാതകത്തിന് കാരണമെന്നും കൊട്ടേഷനാണെന്ന് സുഹൃത്ത് ജോമോൻ കുറ്റസമ്മതം നടത്തിയെന്നും ഇടുക്കി SP വിഷ്ണു പ്രദീപ് വ്യക്തമാക്കി. സംഭവത്തിൽ ജോമോന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റ് 2 പേർ കസ്റ്റഡിയിലാണ്. MG മിഥുൻ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. മിഥുൻ, 2 ദിവസം മുൻപ് കാണാതാകുന്നു. ഇന്നിപ്പോൾ മൃതദേഹം മാൻഹോളിൽ നിന്ന് പുറത്തെടുത്തിരിക്കുകയാണ്. ഈ കൂട്ടാളികളിൽ ഒരാൾ, കസ്റ്റഡിയിലുള്ള ഒരാൾ കുറ്റം സമ്മതിച്ചു എന്നും മനസ്സിലാകുന്നു. എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണോ? എന്തൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്? സാമ്പത്തികമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പോലീസിനോട് ഈ പ്രതി മൊഴി നൽകിയിരിക്കുന്നത്. ഗോഡൌണിലെ മാൻഹോളിൽ പിന്നീട് ഈ പ്രതി കൊട്ടേഷൻ നൽകി ബിജുവിനെ തട്ടിക്കൊണ്ടുപോയി വാഹനത്തിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തി. അതിനുശേഷം ഇവർ തമ്മിൽ, അതായത് ബിജു ജോസഫും പ്രതിയും തമ്മിൽ നേരത്തെ നടത്തിയിരുന്ന ഒരു വ്യാപാര സ്ഥാപനം ഉണ്ടായിരുന്നു. അതിൽ അവിടുത്തെ മാൻഹോളിൽ കുഴിച്ചിടുകയായിരുന്നു എന്നാണ് പ്രതി നൽകിയ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗോഡൌണിലെ മാൻഹോളിലെത്തി പോലീസ് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഭിത്തിയടക്കം തുറന്ന് മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾക്കായി മൃതദേഹം മാറ്റുകയും ചെയ്തിട്ടുണ്ട്. വ്യാഴാഴ്ച പുലർച്ചെയാണ് വീട്ടിൽ നിന്നിറങ്ങിയ ബിജുവിനെ കാണാതാകുകയായിരുന്നു. ഇന്നലെയാണ് ബന്ധുക്കൾ ഇദ്ദേഹത്തെ കാണാനില്ലെന്ന പരാതി തൊടുപുഴ പോലീസിന് നൽകുന്നത്. പിന്നീട് പോലീസ് അന്വേഷണം പുരോഗതിക്കിടെ ബിജുവിന്റെ കാറ്ററിംഗ് ബിസിനസ് പങ്കാളിയടക്കം 3 പേർ കസ്റ്റഡിയിലാവുകയായിരുന്നു. ചെറിയ സംശയങ്ങൾ ഈ കുടുംബങ്ങൾ നൽകിയിരുന്നു. അതായത് ഈ പ്രതിയുമായി നേരത്തെ തന്നെ ബിജുവുമായി ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ തർക്കത്തിൽ ചില സാമ്പത്തിക പ്രശ്നങ്ങളായിരുന്നു കാരണം. ആ സമയത്തൊക്കെ തന്നെ തമ്മിൽ തല്ലുകയും ഒപ്പം തന്നെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു പ്രതി എന്നാണ് കുടുംബം നൽകിയ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തൊടുപുഴ പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുകയും തുടർന്ന് 3 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കലയന്താനിയിലെ ഗോഡൌണിലെ മാൻഹോളിലാണ് ഈ മൃതദേഹമുള്ളതെന്ന് വ്യക്തമാകുന്നത്. ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളുന്ന മാലിന്യ സംസ്കരണ കുഴിയിലേക്ക് പോകുന്ന ഒരു മാൻഹോളിനാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് മുകളിൽ മാലിന്യങ്ങൾ തള്ളിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. എറണാകുളത്ത് നിന്ന് കാപ്പ ചുമത്തി പുറത്താക്കപ്പെട്ട പ്രതിയിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ബിജു ജോസഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകൾ പോലീസിൽ ലഭ്യമാകുന്നത്. ബിജുവിന്റെ വീടിന് സമീപത്ത് പിടിപെടി നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ടായിരുന്നു. പുലർച്ചെ ശബ്ദം കേട്ടിരുന്നതായി സമീപവാസികളും പോലീസിന് വിവരം നൽകി. പോലീസ് നടത്തിയ പരിശോധനയിൽ ബിജുവിന്റെ വസ്ത്രവും ചെരുപ്പും സമീപത്ത് നിന്ന് കണ്ടെടുത്തു. തുടർന്ന് ബിജുവിന്റെ ബന്ധുക്കളുമായി അന്വേഷണം നടത്തുകയായിരുന്നു. ഇതിലാണ് ഇത് കൊലപാതകമാണ് അല്ലെങ്കിൽ ബിജു മരണപ്പെട്ടു എന്നടക്കമുള്ള ഒരു വിവരം കൂടി ലഭ്യമാകുന്നത്. സ്വദേശിയായ ബിജുവിന്റെ പഴയ ബിസിനസ് പങ്കാളിയുമായി ബന്ധപ്പെടാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ ഉൾപ്പെടെ 3 പേരെ പോലീസ് കസ്റ്റഡി എടുക്കുന്നത്. കസ്റ്റഡിയിലുള്ളവരിൽ കൊട്ടേഷൻ സംഘങ്ങളുമുണ്ട്. മാൻഹോളിൽ മൃതദേഹം ഒളിപ്പിച്ചു എന്നായിരുന്നു പ്രതികൾ പോലീസിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നൽകിയ മൊഴി. പിന്നീട് ഇവിടെ എത്തിച്ച് ഈ കൊലപാതകം നടന്ന പ്രദേശത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയായിരുന്നു. അതിൽ നിന്നാണ് ഈ ഒരു ചുരുളഴിയുന്നത്, കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. ആകെ ഈ ഒരു കേസിൽ 4 പ്രതികളാണുള്ളത്. ഇവരിൽ 3 പേർ തൊടുപുഴ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. അറസ്റ്റ് അടക്കമുള്ള നടപടിയൊക്കെ പോലീസ് കടന്നിട്ടുണ്ട്. ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. മിഥുൻ, ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ? കൊട്ടേഷൻ കൊടുത്തു എന്ന ഒരു വാർത്ത കൂടിയുണ്ട്. അപ്പോൾ ഈ ബാക്കിയുള്ളവരുടെയും അറസ്റ്റ് ഉടൻ ഉണ്ടാകുമോ? ഇതിനപ്പുറം കൂടുതൽ പേരുടെ പങ്കാളിത്തം സംശയിക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ സുഹൃത്തായിട്ടുള്ള ജോമോന്റെ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജോമോന്റെ അറസ്റ്റ് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റു 3 പേർ കസ്റ്റഡിയിലാണുള്ളത്. അതായത് 3 പേർ കസ്റ്റഡിയിലുള്ളത് എന്നുള്ളതിൽ 2 പേർ മാത്രമാണ് തൊടുപുഴ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. മറ്റൊന്ന് ഒരു പ്രതി കാപ്പ ചുമത്തപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളത്ത് ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. ഇവരുടെ ബന്ധം, അതായത് ഇവർ ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ അടക്കമുള്ള അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യും. ഒപ്പം തന്നെ ഈ മറ്റൊരു പ്രതി കാപ്പ ചുമത്തപ്പെട്ട് ജയിലിലായതിനാൽ തന്നെ, റിമാൻഡിലായതിനാൽ തന്നെ അതിന്റെ നടപടികളുണ്ട്. കോടതിയുമായി ബന്ധപ്പെട്ട ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ശ്രമത്തിലേക്ക് ഇപ്പോൾ നീങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ഇതിന്റെ കാര്യമെന്നുള്ള കാര്യത്തിൽ, ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള കാര്യത്തിൽ വ്യക്തമായ മൊഴി പ്രതി ജോസഫ് നൽകിയിട്ടുണ്ട്. അതായത് സാമ്പത്തികമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ കാറ്ററിംഗ് സ്ഥാപനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു. അതാണ്
നിരവധി തവണ ഈ ബിജു ജോസഫുമായി സംസാരിച്ചിരുന്നു. ഈ പണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പലതവണ ഉണ്ടായിരുന്നു. പക്ഷേ അത് നൽകാൻ കൂട്ടാക്കാത്തതിനെ തുടർന്നാണ് പിന്നീട് ഈ മരണത്തിലേക്ക് അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. തുടർന്നാണ് ഈ മറ്റു 3 പേരെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കൊട്ടേഷൻ നൽകുകയും തുടർന്ന് കാറിൽ ഈ ബിജു ജോസഫിനെ കടത്തിക്കൊണ്ടുപോയി കാറിൽ വെച്ച് തന്നെയാണ് കൊലപാതകം നടത്തിയതെന്നാണ് ഇപ്പോൾ പ്രതികൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. തുടർന്ന് ഈ കാറ്ററിംഗ് സ്ഥാപനത്തിലെ ഈ മാൻഹോളിൽ മൃതദേഹം കുഴിച്ചിടുകയായിരുന്നു. ഇന്ന് അല്പസമയത്തിന് മുമ്പ് ഏകദേശം ഒരു 3:30 കൂടിയാണ് അവിടെ കനത്ത മഴയായിരുന്നു. ആ സമയത്ത് ആ മാൻഹോൾ തുറന്ന് ഭക്ഷണ അവശിഷ്ടങ്ങളൊക്കെ നീക്കം ചെയ്തതിനു ശേഷം അവിടുത്തെ സൈഡ് തുരന്ന് അതിനകത്തേക്ക് കുഴിച്ചിട്ട നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് ഈ മൃതദേഹം മാറ്റിയിട്ടുണ്ട്. ശരി, എം ജി മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.